നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. अध्यक्ष जी, हम सब जानते हैं गंगा जी को धरती पर लाने के लिए एक भगीरथ प्रयास लगा था। वैसा ही महाप्रयास इस महाकुंभ के भव्य आयोजन में भी हमने देखा है। मैंने लाल किले से सबका प्रयास के महत्व पर जोर दिया था। पूरे विश्व ने മഹാകുംഭമേള ലോകത്തിന് ഭാരതത്തിന്റെ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തെന്ന് പ്രധാനമന്ത്രി. മേള പകർന്നത് ഏകതയുടെ അമൃത്. വിജയത്തിനായി പ്രവർത്തിച്ചവർക്ക് നന്ദി പറഞ്ഞ് ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെ പ്രസ്താവന. കണ്ണൂരിലെ പിഞ്ചുകുഞ്ഞിൻ്റെ മരണം കൊലപാതകമെന്ന് പോലീസ് മാതാപിതാക്കളെ ചോദ്യം ചെയ്തു. കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞു കൊന്നതെന്ന് നിഗമനം. മരിച്ചത് തമിഴ്നാട് സ്വദേശികളുടെ 4 മാസം പ്രായമുള്ള പെൺകുഞ്ഞ്. ആശമാർക്ക് ഐക്യദാർഢ്യവുമായി BJP സമരം. പൊളിക്കാൻ CPM. ആശമാർക്ക് പിന്തുണയുമായി BJPയുടെ രാപ്പകൽ സമരം 27-ന്. സമരത്തിന് പോയാൽ ഓണറേറിയം നൽകില്ലെന്ന് CITU ആശാ യൂണിയൻ നേതാവ്. ശബ്ദ സന്ദേശം പുറത്ത്. ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഡ്രാഗൺ പേടകം പുറപ്പെട്ടു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക്. ലാൻഡ് ചെയ്യുക ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ. ലഹരിക്കെതിരെ പോരാടാൻ BJP ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കും. CPM പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമമെന്ന് K. സുരേന്ദ്രൻ. KT ജലീലിൻ്റെ മദ്രസ വിമർശനത്തിൽ അങ്കലാപ്പിലായി CPM. വിമർശനം അനവസരത്തിലെന്ന് വിലയിരുത്തൽ. പാർട്ടിക്കും മുന്നണിക്കും ദോഷമുണ്ടാക്കിയെന്ന് ആശങ്ക. പോക്സോ കേസ് പ്രതി അബ്ദുൽ ഗഫൂർ മലപ്പുറത്ത് പിടിയിൽ. പെൺകുട്ടിയെ പീഡിപ്പിച്ചത് ലഹരിക്ക് അടിമയാക്കി. ஒரு இடத்துலையும் செய்யறாங்க. அதனால இன்னைக்கு தடுக்கட்டும். அடுத்த ஆர்ப்பாட்டம் தேதி சொல்லாம நடக்கும். அது 22ஆம் தேதி நடக்கலாம், எப்ப வேணாலும் நடக்கலாம். எதை வேண்டுமானாலும் முற்றுகை செய்வோம். அது முதலமைச்சருடைய வீடாக இருக்கலாம், டாஸ்மார்க் அலுவலகம். எங்களை பொறுத்தவரை முதலமைச்சர் சம்பந்தப்பட்டிருக்கிறாங்க. அவரும் இதுல குற்றவாளி தான். டாஸ்மார்க் வழக்குல முதல் குற்றவாளியாக MK ஸ்டாலின் തമിഴ്നാട് മദ്യവിൽപ്പന അഴിമതിയിൽ ആടിയുലഞ്ഞ DMK സർക്കാർ. 1000 കോടിയുടെ അഴിമതിക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ച് BJP. നേതാക്കളെ വേട്ടയാടി തമിഴ്നാട് പോലീസ്. അറസ്റ്റിലൂടെ അടിച്ചമർത്താനാവില്ലെന്ന് K. അണ്ണാമലൈ. ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് ഭൂമി വാങ്ങി ബ്രൂവറി കമ്പനി. OASISനെതിരെ താലൂക്ക് ലാൻഡ് ബോർഡ് റിപ്പോർട്ട്. കേസെടുക്കാൻ സംസ്ഥാന ലാൻഡ് ബോർഡിന്റെ അനുമതി തേടി. കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദം ഹൈക്കോടതിയിൽ. ഹർജികൾ കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. ക്ഷേത്രങ്ങൾ തകർക്കാൻ CPM ശ്രമമെന്ന് K. സുരേന്ദ്രൻ. പുരുഷാധിപത്യത്തെ ചൊല്ലി CPMൽ പൊട്ടിത്തെറി. വനിതകൾക്ക് പാർട്ടിയിൽ പ്രാതിനിധ്യമില്ലെന്ന് തുറന്നടിച്ച് J. മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വനിതാ പ്രാതിനിധ്യം കുറഞ്ഞത് ഗൗരവതരം. വാർത്തകൾ വിശദമായി നോക്കാം. മഹാകുംഭമേള ലോകത്തിന് ഭാരതത്തിന്റെ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേള പകർന്നത് ഏകതയുടെ അമൃത്. മഹാകുംഭമേളയുടെ വിജയത്തിനായി പ്രവർത്തിച്ച എല്ലാവർക്കും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. अध्यक्ष जी, हम सब जानते हैं गंगा जी को धरती पर लाने के लिए एक भगीरथ प्रयास लगा था।
वैसा ही महाप्रयास इस महाकुंभ के भव्य आयोजन में भी हमने देखा है। मैंने लाल किले से सबका प्रयास के महत्व पर जोर दिया था। पूरे विश्व ने महाकुंभ के रूप में भारत के विराट स्वरूप के दर्शन किए। വാർത്തയുടെ വിശദാംശങ്ങളുമായി ജിഷു കൃഷ്ണൻ ചേരുന്നു ഡൽഹിയിൽ നിന്നും. ജിഷു, ലോക്സഭയിലാണ് പ്രധാനമന്ത്രിയുടെ ഈ പരാമർശമുണ്ടായിരിക്കുന്നത്. മഹാകുംഭമേള ലോകത്തിന് ഭാരതത്തിൻ്റെ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തു, മേള പകർന്നത് ഏകതയുടെ അമൃത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞത്? ജിഷ്ണു. അനിൽ നമ്പ്യാർ ലോക്സഭയിൽ സംസാരിക്കുമ്പോഴാണ് മഹാകുംഭമേള പ്രൗഢഗംഭീരമായി മികച്ചതായി തന്നെ നടത്താൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തുടങ്ങിയത് തന്നെ ആ കുംഭമേള മികച്ചതാക്കുന്നതിന് കഠിന പ്രയത്നം നടത്തിയിട്ടുള്ള അതിൻ്റെ സംഘാടകർ ഉൾപ്പെടെ പ്രത്യേകിച്ച് പ്രയാഗ്രാജിലെ ജനതയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരംഭിച്ചത്. തുടർന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മഹാകുംഭമേളയിലൂടെ ഭാരതത്തിൻ്റെ വിരാട സ്വരൂപം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. മുഴുവൻ ലോകത്തിനും സമാധാനം വരണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ മുഴുവൻ ജനതയും ഒന്നാണ് എന്ന് ആഗ്രഹിക്കുന്ന ഭാരതത്തിൻ്റെ വിരാട സ്വരൂപം ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുക്കാൻ മഹാകുംഭമേളയിലൂടെ സാധിച്ചു. ഒപ്പം മഹാകുംഭമേള പകർന്നു നൽകിയ അമൃത്, അത് ഏകതയുടെ അമൃതാണ്. ആ അമൃതിലൂടെ, അല്ലെങ്കിൽ ആ ഏകതയുടെ അമൃതിലൂടെ രാജ്യം ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകാനുള്ള ശക്തി ലഭിച്ചു എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഭാരതത്തിൻ്റെ മുൻപോട്ട് പോക്കിന് പുതിയ ദിശാബോധം പകർന്നു നൽകാൻ കുംഭമേളയ്ക്ക് സാധിച്ചു. മറ്റെല്ലാ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുഴുവൻ ജനതയും രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന്, ദേശത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ആളുകൾ ത്രിവേണി സംഗമത്തിലെത്തി മറ്റെല്ലാ വ്യത്യാസങ്ങളും മറന്നുകൊണ്ട് ഒന്നായി സ്നാനം ചെയ്തു. അത് സൂചിപ്പിക്കുന്നത് തന്നെ ഏകതയുടെ ആ കുംഭമേള അത് മികച്ചതും പ്രൗഢഗംഭീരവുമായി നടന്നു എന്നുള്ളത് തന്നെയാണ്. ആത്മീയതയും ഒപ്പം ഏകതയുടെയും പ്രതീകമായിരുന്നു ആ മഹാകുംഭമേള. അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകത്തിന് മുഴുവൻ ഭാരതത്തിൻ്റെ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒപ്പം ഈ കുംഭമേളയിലൂടെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നദിയുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ നദീതീരങ്ങളും നദിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ കൂടുതൽ ഊർജിതമായി നടക്കണം. അത്തരം ഉത്സവങ്ങൾ നദികളുടെ സംരക്ഷണത്തിന് വേണ്ടിയാകണം എന്ന കാര്യം കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകൾ കുംഭമേളയ്ക്കായി പ്രയാഗ്രാജിലേക്ക് എത്തി. രാജ്യത്തെ യുവജനത, രാജ്യത്തിൻ്റെ പുതിയ തലമുറ അവരുടെ പാരമ്പര്യവും സംസ്കാരത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുംഭമേളയ്ക്കായി ഉത്സാഹത്തോടെ അതിൻ്റെ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് പോയി വരും തലമുറയ്ക്കും ഒപ്പം രാജ്യത്തിനും ദിശാബോധം നൽകിക്കൊണ്ടാണ് കുംഭമേള പര്യവസാനിച്ചത് എന്ന കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ കൂട്ടിച്ചേർത്തിട്ടുള്ള. അത്തരത്തിൽ കുംഭമേളയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഒപ്പം കുംഭമേള പകർന്നു നൽകിയിട്ടുള്ള സന്ദേശം സംബന്ധിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ എടുത്തു പറയുകയുണ്ടായി. ഒപ്പം പ്രയാഗ്രാജിലെ ജനതയ്ക്കും കുംഭമേള പ്രൗഢഗംഭീരമായി നടത്തുന്നതിന് കഠിനാധ്വാനം ചെയ്തിട്ടുള്ള അതിൻ്റെ സംഘാടകരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ നന്ദി അറിയിക്കുകയുണ്ടായി. അനിൽ നമ്പ്യാർ. മഹാകുംഭമേള ലോകത്തിന് ഭാരതത്തിൻ്റെ വിരാട സ്വരൂപം കാണിച്ചു കൊടുത്തെന്ന് ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നാഗ്പൂരിൽ ഖുർആൻ കത്തിച്ചുവെന്ന വ്യാജ പ്രചരണത്തിൻ്റെ പേരിൽ കലാപത്തിനിറങ്ങിയ സംഭവത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ കടുത്ത നടപടിയുമായി ഫട്നവിസ് സർക്കാർ. ഔറംഗസേബിൻ്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഖുർആൻ കത്തിച്ചുവെന്ന് ആയിരുന്നു വ്യാജ പ്രചരണം. സംഭവത്തിൽ 47 പേരെ അറസ്റ്റ് ചെയ്തു. നാഗ്പൂരിൻ്റെ പല മേഖലകളിലും കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തിൽ പോലീസ് വൻ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. നാഗ്പൂരിലെ മഹൽ മേഖലയിൽ ഇസ്ലാമിസ്റ്റുകൾ ഇന്നലെ രാത്രിയാണ് അക്രമം അഴിച്ചുവിട്ടത്. മുഖംമൂടി അണിഞ്ഞ മാരക ആയുധങ്ങളുമായി എത്തിയ അക്രമികൾ 10 വാഹനങ്ങൾക്കും നിരവധി കടകൾക്കും തീയിട്ടു. നാഗ്പൂർ DCP നിഖേതൻ ഖത്തം ഉൾപ്പെടെ 15 പേർക്ക് കല്ലേറിൽ പരിക്കേറ്റു. പ്രദേശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ കാൽ അക്രമികൾ തല്ലിയൊടിച്ചു. മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ പേരിൽ മുദ്രാവാക്യം വിളിച്ചായിരുന്നു അക്രമം. പ്രദേശത്ത് വൻ പോലീസ് സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാഗ്പൂർ നഗരത്തിൽ കർഫ്യൂ ഏർപ്പെടുത്തി. अभी सिचुएशन पीसफुल है नागपुर शहर में और हमने कुछ एरियाज में कर्फ्यू लगाया. लगभग 11 जो हमारे पुलिस स्टेशन हैं जो कि मिक्स लोकेलिटीज़ में है उसके आसपास हैं और सिचुएशन अभी कंट्रोल में है और शांतता है. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും കേന്ദ്രമന്ത്രിയും നാഗ്പൂർ MPയുമായ നിതിൻ ഗഡ്കരിയും സമാധാനത്തിന് ആഹ്വാനം ചെയ്തു. നാഗ്പൂർ സമാധാനത്തിന്റെയും ശാന്തിയുടെയും നഗരമാണെന്നും കലാപം ലക്ഷ്യമിട്ട് നടത്തുന്ന ഊഹാപോഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു.
और मैं सभी को अपील करता हूं कि नागपुर एक बहुत ही शांति प्रिय इस प्रकार की नगरी है। यहाँ की शांति भंग न हो इस प्रकार से सभी लोगों ने व्यवहार और बर्ताव करना चाहिए और कोई भी अगर इस प्रकार से तनाव निर्माण करने का प्रयास करेगा तो उसके ऊपर बहुत कड़ी कार्रवाई की जाएगी। മുഗൾ ഭരണാധികാരി ഔറംഗസേബിന്റെ ശവകുടീരം സാംബാജി നഗറിൽ നിന്നും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ മഹാരാഷ്ട്രയിൽ വിശ്വ ഹിന്ദു പരിഷത്തും ബജ്രംഗ് ദളും പ്രതിഷേധ ദിനം ആചരിച്ചിരുന്നു. സമാധാനപരമായായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിഷേധം. എന്നാൽ VHPയുടെ പ്രകടനത്തിൽ ഖുർആൻ കത്തിച്ചെന്ന വ്യാജ പ്രചരണത്തെ തുടർന്നാണ് നാഗ്പൂരിൽ ഇസ്ലാമിസ്റ്റുകൾ കലാപം അഴിച്ചുവിട്ടത്. ജനം, ഡൽഹി. 1000 കോടിയുടെ ടാസ്മാഗ് മദ്യ അഴിമതിയിലുള്ള പ്രതിഷേധം പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായി BJP തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ. തമിഴിസൈ സൗന്ദരരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് അണ്ണാമലൈയുടെ പരാമർശം. അറസ്റ്റുകളിലൂടെ പിന്തിരിപ്പിക്കാനാകില്ലെന്ന് അണ്ണാമലൈ മുന്നറിയിപ്പ് നൽകി. സ്റ്റാലിൻ സർക്കാരിൻ്റെ മുഴുവൻ അഴിമതിയും പുറത്തു കൊണ്ടുവരുമെന്നും അണ്ണാമലൈ വ്യക്തമാക്കി. காவல்துறைக்கு இதுதான் வேலையா? கிட்டத்தட்ட தமிழ்நாடு முழுவதுமே ஒரு 6000-7000 பேர் டிப்ளாய் பண்ணி ஒரு இடத்துலையும் செய்யறாங்க. அதனால இன்னைக்கு தடுக்கட்டும். அடுத்த ஆர்ப்பாட்டம் தேதி சொல்லாம நடக்கும். அது 22ஆம் தேதி நடக்கலாம், எப்ப வேணாலும் நடக்கலாம். எதை வேண்டுமானாலும் முற்றுகை செய்வோம். அது முதலமைச்சருடைய வீடாக இருக்கலாம், டாஸ்மார்க் அலுவலகம். எங்களை பொறுத்தவரை முதலமைச்சர் சம்பந்தப்பட்டிருக்கிறாங்க, அவரும் இதுல குற்றவாளி தான். டாஸ்மார்க் வழக்குல முதல் குற்றவாளியாக MK ஸ்டாலின், MK ஸ்டாலின் அக்யூஸ் நம்பர் 1 டாஸ்மார்க்ல இருக்கிறார். പാലക്കാട് എലപ്പുള്ളിയിൽ ഓയസിസ് കമ്പനിക്കെതിരെ കേസെടുക്കാൻ അനുമതി തേടി താലൂക്ക് ലാൻഡ് ബോർഡ് റിപ്പോർട്ട് സമർപ്പിച്ചു. സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഓയസിസ് കമ്പനി ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് ഭൂമി വാങ്ങി എന്നുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് എലപ്പുള്ളിയിൽ സർക്കാർ മദ്യനിർമ്മാണത്തിന് അനുമതി നൽകിയ ഒയാസിസ് കമ്പനിക്കെതിരെ കേസെടുക്കാൻ അനുമതി തേടി താലൂക്ക് ലാൻഡ് ബോർഡ് ചെയർമാൻ സംസ്ഥാന ലാൻഡ് ബോർഡ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. ചട്ടവിരുദ്ധമായി ഭൂമി കൈവശം വെച്ചതിനാൽ കമ്പനിക്കെതിരെ കേസെടുക്കാമെന്ന് റവന്യൂ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. കൂടാതെ മിച്ചഭൂമി സംബന്ധിച്ച് അന്വേഷിക്കാൻ സ്റ്റേറ്റ് ലാൻഡ് ബോർഡ് താലൂക്ക് ലാൻഡ് ബോർഡിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. പ്രസ്തുത അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിലാണ് കമ്പനിക്കെതിരെ കേസെടുക്കാൻ അനുമതി തേടിയിരിക്കുന്നത്. ചട്ടവിരുദ്ധമായി മദ്യക്കമ്പനി ഭൂമി കൈവശം വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് താലൂക്ക് ലാൻഡ് ബോർഡിൻ്റെയും കണ്ടെത്തൽ. ഭൂപരിഷ്കരണ നിയമം ചട്ടം 82 പറയുന്നത് സംസ്ഥാനത്ത് ഒരു കമ്പനിക്ക് 12 മുതൽ 15 ഏക്കർ വരെ ഭൂമി കൈവശം വയ്ക്കാവൂ എന്നാണ്. എന്നാൽ ഒയാസിസ് കമ്പനി 24 ഏക്കർ ഭൂമി ചട്ടവിരുദ്ധമായി കൈവശം വെച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. നേരത്തെ 5 ഏക്കർ നെൽവയൽ തരം മാറ്റാനുള്ള നീക്കങ്ങളും മദ്യക്കമ്പനി നടത്തിയിരുന്നു. ജനം, പാലക്കാട്. CPM-ൽ വനിതാ പ്രാതിനിധ്യം തീരെയില്ലെന്ന് തുറന്നു സമ്മതിച്ച് ജെ മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വനിതാ പ്രാതിനിധ്യം ഒന്നായി ചുരുങ്ങിയത് ഗൗരവമുള്ള പ്രശ്നമാണെന്ന് മേഴ്സിക്കുട്ടിയമ്മ. എന്നാൽ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാനില്ലെന്നും മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണം. അത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ ചോദിച്ച ചോദ്യമായി അതിന് ബന്ധമില്ല. അത് വിടും, വളരെ കണ്ണുമായി ബന്ധമില്ല. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കില്ല. ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതി ലഭിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്ന് ആലത്തൂർ DYSP N മുരളീധരൻ അറിയിച്ചു. ആലത്തൂർ കോടതിയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുക. പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണ് ഉള്ളത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലമുൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. ചെന്താമരയാണ് കേസിലെ ഏക പ്രതി. കൊലപാതകം നടന്ന് 50 ദിവസം പിന്നിട്ട സാഹചര്യത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നത്. 500-ലധികം പേജുള്ള കുറ്റപത്രമാണ് തയ്യാറാക്കിയത്. കണ്ണൂർ പാപ്പിനിശ്ശേരി പാറക്കലിൽ 4 മാസം പ്രായമായ കുഞ്ഞിൻ്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയ സംഭവത്തിൽ വളപട്ടണം പോലീസ് കേസെടുത്തു. കൊലപാതകമാണെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം. തമിഴ്നാട് സ്വദേശികളായ മുത്ത് അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസികയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇവരെല്ലാം കരച്ചിൽ കേട്ടിട്ടാണ് നമ്മൾ വന്നത്. വിളിച്ചിട്ട് അപ്പോൾ ബോഡി എടുത്തിട്ട് പോയിനായിരുന്നു. ഇവർ ബൈക്കിലാണ് കൊണ്ടുപോയിന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ പോലീസ് വന്ന് അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ ശബ്ദം ഉണ്ടാക്കിയതിന് ശേഷം കുട്ടീനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ എല്ലാം പരുതിന് അങ്ങനെ പരുതുമ്പോൾ കിണറിലും നോക്കി അങ്ങനെ കിണറിൽ കവിഞ്ഞ് കിടന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പോലീസ് വന്നിട്ട് എന്താ എന്തെങ്കിലും ഇല്ല, അതൊന്നും പറഞ്ഞിട്ടില്ല. പോലീസ് അവരെല്ലാം ചോദ്യം ചെയ്തിട്ട് അപ്പോൾ കൊണ്ടുപോയി, എല്ലാവരും കൊണ്ടുപോയി.
ഇവരെ ഇടയിൽ ഒരു കരച്ചിൽ കേട്ടിട്ട് നമ്മൾ വരുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എല്ലായിടത്തും വന്ന്. പിന്നെ ഇവരെന്നെ കുറേ ആൾക്കാരുണ്ട്, ഇതെല്ലാം അന്യ സംസ്ഥാനക്കാരാണ്. 2-3 ക്വാർട്ടേഴ്സ് അവരെല്ലാം എല്ലാവരും കൂടി എത്തിയിരുന്നു. കൊല്ലം ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയതിന് പിന്നിൽ പ്രണയപ്പക. കൊല്ലപ്പെട്ട ഫിബിൻ്റെ സഹോദരിയെ പ്രതി തേജസ് രാജിനെ വിവാഹം ചെയ്ത് നൽകാത്തതിലെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പർദ്ദ ധരിച്ച് എത്തിയാണ് തേജസ് കൊലപാതകം നടത്തിയതെന്ന് ഫിബിൻ്റെ അമ്മ ഡെയ്സി മൊഴി നൽകി. കൂടുതൽ വാർത്തകളിലേക്ക്. ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അറിയിച്ചു. 10,000-ലധികം വനിതാ പ്രവർത്തകരെ സംഘടിപ്പിച്ച് നടത്തുന്ന സമരം 27-ാം തീയതി ആരംഭിച്ച് 28-ന് വൈകിട്ട് അവസാനിക്കും. കേന്ദ്ര സഹായത്തിൻ്റെ കാര്യത്തിൽ കള്ളപ്രചരണങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. വയനാട് പുനരധിവാസം വൈകുന്നതിൻ്റെ കാരണം സർക്കാരിൻ്റെ പിടിപ്പുകേടാണെന്നും കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. എന്നാൽ വിഷയം പാർലമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ കള്ളക്കളി സമ്പൂർണ്ണമായിട്ട് പൊളിഞ്ഞുപോയി. കേന്ദ്ര ആരോഗ്യമന്ത്രി ശ്രീ JP നഡ്ഡാജി തന്നെ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കള്ളത്തര പ്രചരണങ്ങൾ പൊളിച്ചടുക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് നൽകിയത്. കേരളത്തിൽ NHMന് ഒരു നയാ പൈസ പോലും കുടിശ്ശികയില്ലെന്നും ആശാ വർക്കർമാർക്ക് ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത പൂർണ്ണമായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെതാണെന്നും കുടിശ്ശിക ഉള്ളതുകൊണ്ടാണ് ശമ്പളം വൈകുന്നതെന്നുള്ള പ്രചാരണവും പൊളിഞ്ഞുപോയി. കേരളത്തിന് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും അനുവദിച്ച തുകയുടെ വിശദാംശങ്ങളെല്ലാം പാർലമെൻറ്റിൽ വെക്കുകയുണ്ടായി. മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള മറ്റൊരു വസ്തുതാപരമായ ആരോപണം കൂടി സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെ ആരോഗ്യമന്ത്രി ഉന്നയിക്കുകയുണ്ടായി. കേരളത്തിൽ ചെലവഴിക്കുന്ന പണത്തിന് യാതൊരു കണക്കുമില്ല. ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ വീണ്ടും CPM ഇടപെടൽ. ആശമാരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ആലപ്പുഴയിൽ നിന്ന് ആരും പോകരുതെന്നും പങ്കെടുക്കുന്നവരുടെ ഓണറേറിയം നൽകില്ലെന്നുമുള്ള CITU ആശാ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. CPM CITU ഏരിയ സെക്രട്ടറിമാർ പഞ്ചായത്ത് സെക്രട്ടറിമാരെ വിളിച്ച് ആരും പോകരുതെന്ന് പറയണമെന്നും ശബ്ദരേഖയിൽ വ്യക്തമാക്കുന്നു. പാർട്ടി DC എന്നുള്ള രീതിയിലും പിന്നെ CITU DC എന്നുള്ള രീതിയിലും നല്ല ശക്തമായ ഒരു ഇടപെടൽ താഴോട്ട് നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആശാ DC എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു ഇടപെടലും കൂടി ഉണ്ടായാൽ ഈ പരിപാടിക്ക് ആരും പോകത്തില്ല. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കിക്കൊണ്ട് താഴെ തട്ടിലേക്ക് നന്നായിട്ട് ഇടപെടുക. എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും വിളിച്ച് ആരും പോകരുതെന്ന് പറയുക. അത് പോകുന്നുണ്ടെങ്കിൽ നാളെ പോയാൽ അവരുടെ ആരുടെയും തന്നെ ഓണറേറിയവും അടിക്കുന്നതല്ല. അപ്പോൾ അത് DPM എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകാത്തവരുടെ പ്രശ്നങ്ങൾ പിന്നീട് നമ്മൾ ആരും ഇടപെടുത്തുമില്ല, പോകുന്നവരുടെ പ്രശ്നങ്ങളെ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ലിസ്റ്റ് സഹിതം എടുക്കാനും എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാരെയും ഓരോ ഏരിയ സെക്രട്ടറിമാരും ഇടപെട്ടുകൊണ്ട് അറിയിക്കുക കേട്ടോ. അതും കൂടി ചെയ്യണം. ഇതോടെ 9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ബുച്ച് വിൽമറും സുനിത വില്യംസും ഭൂമിയിലേക്ക് തിരിച്ചു. ഇന്ത്യൻ സമയം 8:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ബുച്ച് വിൽമറും സുനിത വില്യംസും പ്രവേശിച്ച ബഹിരാകാശ പേടകത്തിൻ്റെ വാതിലുകൾ അടച്ചു. ഇന്ത്യൻ സമയം 10:35 ബഹിരാകാശ നിലയത്തിൽ നിന്നും ഡ്രാഗൺ പേടകം വേർപെട്ട് ഭൂമിയിലേക്ക് യാത്ര തിരിച്ചു. ഇടുക്കി ജില്ലയിലെ കയ്യേറ്റം സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ കിട്ടിയിട്ടും സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. വ്യാജ പട്ടയം ഉപയോഗിച്ച് ആയിരക്കണക്കിന് ഏക്കർ സർക്കാർ ഭൂമിയാണ് കയ്യേറിയത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അതേസമയം കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും രണ്ടായി കണ്ട് കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ മറുപടി നൽകി. പരുന്തുംപാറയിലെ വിവാദ കയ്യേറ്റം ജനം TVയാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ഇടുക്കി ജില്ലയിലെ വൻകിട ഭൂമി കയ്യേറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരാണ് അവിടെ കയ്യേറ്റം നടത്തുന്നതെന്ന് അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി തേടിയ മാത്യു കുഴൽനാടൻ ആരോപിച്ചു. ഈ പരുന്തുംപാറ വില്ലേജ് സർവേ നമ്പർ 534 വ്യാപകമായ കയ്യേറ്റം നടന്നിട്ടുള്ളത്. 624 ഏക്കർ 84 സെന്റ് സ്ഥലമാണ് ഈ സർവേ നമ്പറിലുള്ളത്. ഒരു കാരണവശാലും പട്ടയം നൽകാൻ കഴിയാത്ത
കൃഷിയോഗ്യമല്ലാത്ത തട്ടുപാറ, അതായത് നമുക്കറിയാം ഈ നിയമം അനുസരിച്ച് കൃഷിക്കും അല്ലെങ്കിൽ വീട് വെക്കുന്നതിനും ആണ് പട്ടയം കൊടുക്കാൻ നിയമമുള്ളത് എന്നിരിക്കെ ഈ പാറപ്പെട്ടുകൾക്ക് എങ്ങനെയാണ് സാർ പട്ടയം കിട്ടുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പേരിൽ അങ്ങയുടെ കീഴിലുള്ള വകുപ്പാണല്ലോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിൽ പരിസ്ഥിതി ലോല മേഖല പോലെ 13 വില്ലേജുകളെ അടയാളപ്പെടുത്തി അവിടെയും നിയന്ത്രണം കൊണ്ടുവരികയാണ് സാർ. ഞാൻ വളരെ വേദനയോടുകൂടി പറയുന്നു, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത്, ഇടുക്കി പാക്കേജിൽ 1 രൂപ നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങ് പ്രഖ്യാപിച്ച ഇടുക്കി പാക്കേജ് എന്ന് പറയുന്നത് ഇടുക്കിയിൽ നിന്നും ജനങ്ങളെ പാക്ക് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് സാർ മനസ്സിലായത്. കയ്യേറ്റക്കാരെ സർക്കാർ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ്. വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടാണ്, വ്യാജ പട്ടയം 64-ലെ 71-ലെ 91-ലേക്ക് വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ട് സർക്കാർ സ്ഥലം കയ്യേറുകയാണ്. 100 കണക്കിന് ഏക്കർ കയ്യേറുകയാണ്. പാറ ഉള്ള സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ പറ്റില്ല, പട്ടയമില്ല, വ്യാജ പട്ടയമാണ്. ഇത് വ്യാജ പട്ടയം ഉണ്ടാക്കി ഇവർ കയ്യേറ്റം നടത്തുന്നു എന്ന് വില്ലേജ് ഓഫീസറും താലൂക്ക് സർവേയറും എല്ലാവരും നിരന്തരമായി റിപ്പോർട്ട് കൊടുത്തിട്ടും ഒരു നടപടി സ്വീകരിച്ചില്ല. 10 മീറ്റർ വീതിയിൽ ഞാൻ പേര് പറയില്ല കേട്ടോ, പേര് പറയുന്ന പ്രശ്നവും 2.5 കിലോമീറ്റർ നീളത്തിൽ പണിതു, പാറ പൊട്ടിച്ചു പണിതു. സാർ അതാണോ പാറ? അല്ലെ അത് കണ്ടിട്ട് അനങ്ങാതിരിക്കുന്ന ഈ സർക്കാരാണോ അനങ്ങാ പാറ? ഏതാ പാറ എന്ന് എനിക്ക് സംശയമാണ്. ഏതാ പാറ? ഈ അനങ്ങാ പാറയാണ്. 2.5 കിലോമീറ്റർ നീളത്തിൽ 10 മീറ്റർ വീതിയിൽ സർക്കാർ സ്ഥലത്ത് പാറ പൊട്ടിച്ചിട്ട് ഇതുവരെ ഒരു നടപടി എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തില്ല, അങ്ങേക്ക് അറിയാം. പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദമാണ്, നടപടി എടുക്കാൻ പറ്റില്ല. പ്രധാനപ്പെട്ട ആളുകളാണ് അതിന്റെ പുറയിൽ. കയ്യേറ്റക്കാരെയും കുടിയേറ്റക്കാരെയും ഒരുപോലെ കാണരുതെന്ന പ്രതിപക്ഷത്തോട് റവന്യൂ മന്ത്രി. ഇവിടെ എഴുതി തന്ന നോട്ടീസല്ല, എഴുതി തന്ന നോട്ടീസിൽ മറുപടി പറയാൻ ചുമതലപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയോടല്ല ചോദ്യം ബഹുമാനപ്പെട്ട അങ്ങ് ഉന്നയിക്കുന്നത് എന്താണോ അങ്ങ് കഴിഞ്ഞ 4 വർഷമായി ലക്ഷ്യം വെക്കുന്നത് ആ വഴിയിലേക്ക് ഇതൊന്നും മാറ്റി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സാർ. അതിന് മലയോര മേഖലയിലെ പാവപ്പെട്ട മനുഷ്യനെ വിധേയമാക്കരുത്, അവനെ അതിന്റെ ഉദ്വകരണമാക്കി മാറ്റരുത് എന്ന് എനിക്ക് ആദ്യമായി അഭ്യർത്ഥിക്കാനുണ്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് CPM പ്രവർത്തകർ പ്രതികളാകുന്ന ലഹരി കേസുകൾ ഒതുക്കി തീർക്കാൻ ശ്രമമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ലഹരി മാഫിയ കേരളത്തിൽ അഴിഞ്ഞാടുന്നു. ലഹരി പാർട്ടികൾ സംസ്ഥാനത്ത് സജീവമാണ്. മാർച്ച് 23 മുതൽ 30 വരെ ഒരാഴ്ചക്കാലം ലഹരിക്കെതിരെ BJP ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. പാർട്ടി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ജാഗ്രതാ സദസ്സുകൾ സംഘടിപ്പിക്കുക. KT ജലീലിൻ്റെ മദ്രസയ്ക്കെതിരെയുള്ള വിമർശനത്തിൽ CPM-ന് അതൃപ്തി. അനാവശ്യ സമയത്ത് വിവാദമുണ്ടാക്കുകയാണ് ജലീൽ എന്നാണ് CPM നിലപാട്. ജലീലിൻ്റെ വിമർശനം പാർട്ടിക്കും മുന്നണിക്കും ദോഷമുണ്ടാക്കിയെന്നാണ് CPM വിലയിരുത്തൽ. അതേസമയം അഭിപ്രായം വ്യക്തിപരമെന്നും പാർട്ടിക്കും മുന്നണിക്കും ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്നും ജലീൽ പറയുന്നു. മദ്രസയ്ക്കെതിരെ KT ജലീൽ നടത്തിയ വിമർശനം ശരിയായില്ല എന്നാണ് CPM നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അനവസരത്തിലുള്ള പരാമർശമായി പോയി ഇത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഇത് പാർട്ടിക്കും മുന്നണിക്കും വലിയ ദോഷം ചെയ്യും. ജലീലിന്റെ പ്രസംഗത്തിൽ വലിയ നീരസമാണ് പാർട്ടിക്കുള്ളിൽ ഉള്ളത്. മദ്രസയിൽ പോയി പഠിച്ചിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ ലഹരി മരുന്നുമായി പിടിയിലാകുന്നതെന്നായിരുന്നു KT ജലീൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിന് ഒക്കെ പിടിക്കപ്പെട്ട ആളുകളെ പരിശോധിച്ചാൽ അവരെല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവര് വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ടുവരുന്നു, ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നമ്മൾ കടത്തുന്നു. പ്രസംഗം വിവാദമായതോടെ ജലീലിനെതിരെ സംസ്ഥാന നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ജലീൽ ആവർത്തിച്ചു പറയുന്നു. കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെയും പറഞ്ഞത്. ഈ അഭിപ്രായം വ്യക്തിപരമാണ്, പാർട്ടിക്കോ മുന്നണിക്കോ ഇതിൽ യാതൊരു ബന്ധവുമില്ല എന്നും ജലീൽ കൂട്ടിച്ചേർക്കുന്നു. ജനം, കോഴിക്കോട്. മലപ്പുറത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 5 വർഷത്തോളം പീഡിപ്പിച്ചത് ലഹരിക്ക് അടിമയാക്കി.
കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ യുവാവ് പെൺകുട്ടിക്ക് MDMA നൽകിയത് ഐസ്ക്രീമിലും കുഴിമന്തിയിലും അടക്കമുള്ള ഭക്ഷണത്തിൽ കലർത്തി. അറസ്റ്റിലായ അബ്ദുൽ ഗഫൂറിന്റെ ഫോണും പോലീസ് കസ്റ്റഡിയിൽ. രാസലഹരിക്ക് അടിമയാക്കി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പ്രതി വേങ്ങര ചേറൂർ സ്വദേശി ആലുങ്ങൽ അബ്ദുൽ ഗഫൂർ പെൺകുട്ടിക്ക് വാങ്ങി നൽകിയ ഭക്ഷണത്തിലാണ് MDMA ചേർത്ത് നൽകിയത്. ഐസ്ക്രീമിലും കുഴിമന്തിയിലും ബിരിയാണിയിലുമടക്കം ഇയാൾ MDMA ചേർത്ത് പെൺകുട്ടിക്ക് നൽകിയിരുന്നു. ക്രമേണ പെൺകുട്ടിയെ ലഹരിക്ക് അടിമയാക്കി പീഡിപ്പിക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. സമീപ ജില്ലകളിലടക്കം കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. പീഡന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് ഭീഷണിപ്പെടുത്തിയും പീഡനം തുടർന്നു. പെൺകുട്ടിയുടെ സ്വർണ്ണാഭരണവും ഇയാൾ കൈക്കലാക്കിയതായി പരാതിയുണ്ട്. 2020 പെൺകുട്ടി +1 പഠിക്കുമ്പോൾ തുടങ്ങിയ പീഡനം 2025 മാർച്ച് വരെ തുടർന്നു. പിന്നീട് പെൺകുട്ടിക്ക് വീട്ടുകാർ ലഹരിമുക്ത ചികിത്സ നൽകി. ഇതിനുശേഷം കോട്ടക്കൽ പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പ്രതിക്കെതിരെ പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷനിലും MDMA കൈവശം വെച്ചതിന് കേസ് നിലനിൽക്കുന്നുണ്ട്. കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്ത അബ്ദുൽ ഗഫൂർ റിമാൻഡിലാണ്. ജനം, മലപ്പുറം. തിരുവനന്തപുരം വർക്കലയിൽ കാറിൽ MDMAയുമായി സഞ്ചരിച്ച 3 യുവാക്കൾ പിടിയിൽ. വർക്കല കാപ്പിൽ സ്വദേശി പ്രവീൺ, നെയ്യാറ്റിൻകര കുന്നത്തുകാൽ സ്വദേശി വിഷ്ണു, ഷാഹുൽ ഹമീദ് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ 3 മണിയോടെ ഡാൻസ് ഓഫ് സംഘം ആണ് ഇവരെ പിടികൂടിയത്. തിരുവനന്തപുരം വർക്കലയിലെ വിനോദസഞ്ചാര മേഖല കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഡാൻസ് ഓഫ് ടീം പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടയിലാണ് പ്രതികളെ അതിസാഹസികമായി പിടികൂടിയത്. കൊല്ലത്തു നിന്നും വർക്കലയിലേക്ക് കാറിൽ MDMAയുമായി വരികയായിരുന്നു 3 സംഘം. ഇവർ സഞ്ചരിച്ച വാഹനം വർക്കല ജനതാമുക്കിന് സമീപത്ത് വെച്ച് ഡാൻസ് ഓഫ് ടീം അതിസാഹസികമായി പിടികൂടിയായിരുന്നു. സംഘം പരിശോധനയ്ക്കെത്തിയതിനെ തുടർന്ന് പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്ന് പിടികൂടി. വർക്കല കാപ്പിൽ സ്വദേശി പ്രവീൺ, നെയ്യാറ്റിക്കര കുന്നത്തുകാൽ സ്വദേശികളായ വിഷ്ണു, ഷാഹുൽ ഹമീദ് എന്നിവരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് 12 ഗ്രാം MDMAയും കണ്ടെടുത്തു. ജില്ലാ പോലീസ് മേധാവി സുദർശനം IPSന്റെ നിർദ്ദേശപ്രകാരം നാർക്കോട്ടിക് സെൽ DYSP പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത്. ജനം, തിരുവനന്തപുരം. കോട്ടയം തിക്കോയി 30 ഏക്കറിൽ 6 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി. മംഗളഗിരി ഒറ്റയിട്ടി റോഡിൽ കലുങ്കിന് സമീപമാണ് സംഭവം. പുകയില ഉൽപ്പന്നങ്ങളുമായി എത്തിയവർ പരിശോധന ഭയന്ന് ഒളിപ്പിച്ചതെന്നാണ് പോലീസ് നിഗമനം. ചാക്കുകൾ നാട്ടുകാരാണ് ആദ്യം കണ്ടത്. പിന്നാലെ ഈരാറ്റുപേട്ട പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കസ്റ്റഡിയിലെടുത്ത് മാറ്റി. ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്താൻ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയതെന്ന് ഈരാറ്റുപേട്ട പോലീസ് പറഞ്ഞു. പ്രദേശത്ത് പോലീസും എക്സൈസും അടുത്തിടെ പരിശോധന ശക്തമാക്കിയിരുന്നു. കോഴിക്കോട് താമരശ്ശേരിയിൽ വൻ കഞ്ചാവ് വേട്ട. 9 കിലോ കഞ്ചാവുമായി 2 ഉത്തർപ്രദേശ് സ്വദേശികളാണ് പിടിയിലായത്. ഉത്തർപ്രദേശ് സുൽത്താൻപൂർ സ്വദേശി ചന്ദ്രശേഖർ മൗര്യ, മിർസാപൂർ സ്വദേശി ഗ്യാൻദാസ് വർമ്മ എന്നിവരാണ് പിടിയിലായത്. താമരശ്ശേരി ഇൻസ്പെക്ടർ A. സായൂജ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ലഹരി മാഫിയ സംഘങ്ങൾ വ്യാപകമാകുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കോഴിക്കോട് ജില്ലയിലെ എക്സൈസ് വകുപ്പ്. ജില്ലയിലെ 9 എക്സൈസ് റേഞ്ച് ഓഫീസുകളിൽ 4 ഓഫീസുകൾക്ക് സ്വന്തമായി വാഹനം പോലുമില്ല. പല റേഞ്ചുകളിലെയും വാഹനങ്ങൾ ആവശ്യാനുസരണം പരസ്പരം വെച്ച് മാറുകയാണ് ചെയ്യുന്നത്. മയക്കുമരുന്നിനെതിരെ എക്സൈസിന്റെ എൻഫോഴ്സ്മെന്റ് നടപടികൾ കൂടുതൽ ഊർജിതമാക്കാൻ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാർച്ച് 12 വരെ നിശ്ചയിച്ചിരുന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ കാലാവധി നീട്ടി. എന്നാൽ മന്ത്രിയുടെ ഉത്തരവുകൾ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ പറ്റാത്ത സാഹചര്യമാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. ലഹരി വിവരങ്ങൾ ലഭിക്കുന്ന സ്ഥലത്തേക്ക് ഓടിയെത്താൻ സ്വന്തമായി വാഹനം പോലുമില്ലാത്ത അവസ്ഥ. ജീവനക്കാരുടെ എണ്ണത്തിലും കുറവ്. ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന വണ്ണം വണ്ടികൾ പരസ്പരം കൈമാറിയും സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിച്ചുമൊക്കെയാണ് കോഴിക്കോട് എക്സൈസിന്റെ പ്രവർത്തനം. ആകെയുള്ള 9 റേഞ്ച് ഓഫീസുകളിൽ കോഴിക്കോട് സിറ്റി, നാദാപുരം, കുന്നമംഗലം, താമരശ്ശേരി റേഞ്ചുകൾക്കാണ് വാഹനമില്ലാത്തത്. ജില്ലയിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സ് യൂണിറ്റിന്റെ ഭാഗമായി ആകെയുള്ള ഒരു വണ്ടിയാണ് ഇപ്പോൾ കോഴിക്കോട് സിറ്റി റേഞ്ചിൽ താൽക്കാലികമായി ഉപയോഗിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക സംഘടനകളും ലഹരി വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുമ്പോഴാണ് ഔദ്യോഗിക സംവിധാനം നോക്കുകുത്തിയാകുന്നത്. ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ലഹരി വിപണനവും അതിൻ്റെ ഉപയോഗവും, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കൊലപാതകങ്ങൾ, കവർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട ക്രിമിനൽ പ്രവർത്തനങ്ങളൊക്കെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വർദ്ധിച്ചു വരുമ്പോൾ
അതിനെ തടയിടേണ്ട സംസ്ഥാന ഗവൺമെൻറ് പൂർണ്ണ പരാജയമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്. ആ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യത്തിന് വാഹനങ്ങളില്ല എന്നുള്ള ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 22 പഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്ന വടകര താലൂക്കിൽ ആകെ 2 റേഞ്ച് ഓഫീസും ഒരു സർക്കിൾ ഓഫീസും മാത്രമാണുള്ളത്. അതിൽ തന്നെ നാദാപുരം റേഞ്ചിൽ വാഹനമില്ല. 14 പഞ്ചായത്തുകളാണ് നാദാപുരം റേഞ്ചിന്റെ പരിധി. കുറ്റ്യാടി ചുരം ഒക്കെ നാദാപുരത്തിന്റെ കീഴിലാണ്. ആവശ്യഘട്ടത്തിൽ വടകരയിൽ നിന്ന് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ജീവനക്കാരുടെ എണ്ണവും 1969 സ്റ്റാഫ് പാറ്റേൺ പ്രകാരമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പരിമിതികൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് എക്സൈസ് വകുപ്പ്. ഉത്തരവുകൾക്കപ്പുറത്തേക്ക് സർക്കാർ തിരിഞ്ഞു നോക്കുന്നുമില്ല. ജനം, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. വിശ്വാസികളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ കാസർകോട്ടെ CPMൽ പുതിയ അടവ് നയം. പാർട്ടി ഗ്രാമമായ കൊടക്കാട് നിന്ന് 24ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി വിപ്ലവ തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് CPM. പഴനി ആണ്ടവനെ കാണാം, പാർട്ടി കോൺഗ്രസിലും പങ്കെടുക്കാം എന്ന ടാഗ് ലൈനോടുകൂടിയ പരസ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം. ഏപ്രിൽ ആദ്യവാരം തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചാണ് CPMന്റെ 24ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിലെ CPM നിയന്ത്രണത്തിലുള്ള കൊടക്കാട് ബാങ്കാണ് വിപ്ലവ തീർത്ഥയാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴനിയടക്കം തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിനൊപ്പം പാർട്ടി കോൺഗ്രസ് വേദിയിലും പോകാമെന്നാണ് CPMന്റെ വാഗ്ദാനം. മാത്രമല്ല, പോസ്റ്ററിൽ ഒരു വശത്ത് ചെറിയ രീതിയിലാണ് പാർട്ടി കോൺഗ്രസിന്റെ വാർത്ത നൽകിയിരിക്കുന്നത്. ഇതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. വിശ്വാസികളെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള പുതിയ തന്ത്രം. തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോയ സഖാക്കൾക്ക് ആശ്വാസം. ഒരു കാലത്ത് അമ്പലത്തിൽ പോകുന്നവരെ വിലക്കിയ സഖാക്കളെ ആരും മറന്നിട്ടില്ല. ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ട ആളുകളെ CPMകാർ സംഘം ചേർന്ന് മർദ്ദിച്ചിരുന്നു. അന്ന് മർദ്ദനത്തിന് നേതൃത്വം നൽകിയവർ ഈ വിപ്ലവ തീർത്ഥാടനത്തിൽ ഉണ്ടോ? ഇങ്ങനെ തുടങ്ങുന്നു സോഷ്യൽ മീഡിയയിലെ സഖാക്കൾക്കെതിരെയുള്ള പരിഹാസം. ജനം, കാസർഗോഡ്. മലപ്പുറം കുറ്റിപ്പുറം നടുവട്ടത്ത് ഫോണിലൂടെ തലാക്ക് ചൊല്ലിയതായി 21-കാരിയുടെ പരാതി. പീഡനം സഹിക്കാതെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് പിന്നാലെയാണ് തലാക്ക് ചൊല്ലിയതെന്നാണ് യുവതിയുടെ പരാതി. സംഭവത്തിൽ കൽപ്പകഞ്ചേരി പോലീസ് ഭർത്താവിനെതിരെ കേസെടുത്തു. 3 വർഷം മുമ്പായിരുന്നു യുവതിയും എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദും തമ്മിലുള്ള വിവാഹം. 3 വർഷം മുൻപായിരുന്നു യുവതിയും എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദും തമ്മിലുള്ള വിവാഹം. 1 വർഷം കഴിഞ്ഞതോടെ സ്വർണ്ണാഭരണം കുറവാണെന്നതടക്കം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മാനസികവും ശാരീരികവുമായി ഉപദ്രവിക്കാൻ തുടങ്ങിയെന്നാണ് യുവതി പറയുന്നത്. കുട്ടിയായതോടെ അപമാനിക്കലും തുടങ്ങിയെന്നാണ് ആരോപണം. വിവാഹ സമയത്ത് നൽകിയ 15 പവൻ സ്വർണവും കൈക്കലാക്കി. ഭർത്താവ് വിദേശത്ത് ജോലിയിലിരിക്കെ മൊബൈൽ ഫോണിൽ വിളിച്ച് അധിക്ഷേപിച്ചെന്നും യുവതി. നാട്ടിലെത്തി ശാരീരിക ഉപദ്രവം തുടർന്നപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും നിവൃത്തിയില്ലാതെ സ്വന്തം വീട്ടിലേക്ക് വരേണ്ടി വന്നു. പിന്നാലെ ഫോൺ വിളിച്ച് തലാക്ക് ചൊല്ലിയെന്ന് ഭർത്താവ് ഷാഹുൽ ഹമീദ് പറഞ്ഞെന്നാണ് യുവതിയുടെ പരാതി. എന്റെ ഭർത്താവ് വിദേശത്തായിരുന്നു. അവര് പിന്നെ ജനുവരി 29 നാട്ടിലെത്തി 2 ദിവസം വീട്ടില് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെന്നെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിൽ വന്നതിന് ശേഷം അവര് ഫോൺ ചെയ്ത് പറഞ്ഞത് എനിക്ക് ഞാൻ വേണ്ട, ഞാൻ എന്റെ ഉമ്മാന്റെ മുന്നിൽ നിന്ന് വെച്ച് തൊലാക്കില്ലാണ് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളി കമ്മിറ്റിക്കാര് 2 പള്ളി കമ്മിറ്റിയും കൂടെ അവര് ഒത്തു തീരുമാനത്തിന് വിളിച്ചെടുത്തപ്പോ അവര് പറഞ്ഞ് ഞാൻ അവളെ തലാക്കില്ലേക്കാണ്, എനിക്ക് അവളെ വേണ്ടെന്നാണ് അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യുവതിയുടെ പരാതിയിൽ നിയമവിരുദ്ധമായി തലാക്ക് ചൊല്ലിയതിനും ശാരീരികമായി ഉപദ്രവിച്ചതിനും 15 പവൻ സ്വർണ്ണാഭരണങ്ങളും 1.5 ലക്ഷം രൂപയും കബളിപ്പിച്ച് കൈക്കലാക്കിയതിനും എടക്കുളം സ്വദേശി ഷാഹുൽ ഹമീദിനെതിരെ കൽപ്പാഞ്ചേരി പോലീസ് കേസെടുത്തു. എന്നാൽ ഫോണിലൂടെ തലാക്ക് ചൊല്ലിയിട്ടില്ലെന്നും വീട്ടിൽ നിന്നും ചോദിക്കാതെ ഇറങ്ങിപ്പോയതിനാൽ ഇനി വേണ്ടെന്ന് പറയുകയായിരുന്നുവെന്നാണ് ഷാഹുൽ ഹമീദ് പറയുന്നത്. ജനം, മലപ്പുറം. കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ വിപ്ലവ ഗാനങ്ങൾ പാടുകയും ഡിവൈഎഫ്ഐയുടെയും പാർട്ടിയുടെയും കൊടികൾ വീശുകയും ചെയ്ത സംഭവത്തിൽ ഹൈക്കോടതിയിൽ 2 ഹർജികൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി, ക്ഷേത്രോത്സവ സമിതി ഭാരവാഹികൾ അടക്കമുള്ളവർക്കെതിരെ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ടാണ് ഒരു ഹർജി. മരട് സ്വദേശി N പ്രകാശാണ് ഈ ഹർജി നൽകിയത്. ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രചരണത്തിനായി ഉപയോഗിക്കരുതെന്ന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളവും ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സംഭവം ഉത്സവ ചടങ്ങിൻ്റെ പവിത്രത കളങ്കപ്പെടുത്തിയെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. വെഞ്ഞാറമൂട്
കൂട്ടക്കൊലപാതക കേസിൽ പ്രതി അഫാനുമായുള്ള 3ാം ഘട്ട തെളിവെടുപ്പ് പൂർത്തിയായി. സഹോദരൻ അഫ്സാന്റെയും ഫർസാനയുടെയും കൊലപാതകത്തിൽ പേരുമലയിലെ വീടടക്കം 7 ഇടങ്ങളിൽ പോലീസ് തെളിവെടുപ്പ് നടത്തി. നാളെ ഉച്ചയോടെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പാങ്ങോട്, കിളിമാനൂര്, വെഞ്ഞാറമൂട് സ്റ്റേഷനുകളായാണ് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ 3 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സഹോദരൻ അഫ്സാന്റെയും സുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകങ്ങളിലെ തെളിവെടുപ്പാണ് ഇന്ന് നടന്നത്. രാവിലെ 9:30 പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കി. ആദ്യം കൊലപാതകം നടന്ന പേരുമലയിലെ വീട്ടിലേക്ക്. ലത്തീഫിനെയും സാജിദ ബീഗത്തെയും കൊന്നതിനു ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയാണ് അഫാൻ അഫ്സാനെയും ഫർസാനെയും കൊലപ്പെടുത്തിയത്. വീട്ടിലേക്ക് കയറിയതും കൊലപാതക രീതിയും വീണ്ടും പ്രതി പോലീസിന് മുന്നിൽ വിശദീകരിച്ചു. ശേഷം സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലും എരിവിഷം വാങ്ങിയ കടയിലും തെളിവെടുപ്പ് നടത്തി. പെപ്സി, മുളകുപൊടി, ചുറ്റിക, ബാഗ് എന്നിവ വാങ്ങിയ കടകളിലും പോലീസ് ഒരിക്കൽ കൂടി പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഫർസാനയെ ബൈക്കിൽ കൂടെ കൂട്ടിയ വഴിയിൽ തെളിവെടുത്ത ശേഷം പ്രതിയെ തിരികെ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. 3 കേസുകളിലെയും തെളിവെടുപ്പ് പൂർത്തിയായതിനാൽ വേഗത്തിൽ കുറ്റപത്രം തയ്യാറാക്കി സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. മാതാവ് ഷെമി പഴയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് കേസിനെ ബാധിക്കില്ലെന്നും പോലീസ് വിലയിരുത്തുന്നു. ജനം, തിരുവനന്തപുരം. സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തിരിച്ചടിയായി മുനമ്പം ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തിലെ ഹൈക്കോടതി വിധി. മുനമ്പം കമ്മീഷൻ നിയമനം തന്നെ മുനമ്പം ജനതയോടുള്ള വഞ്ചനയായിരുന്നുവെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വഖഫ് ഭേദഗതി ബിൽ ശാശ്വത പരിഹാരമായി മുന്നിലുള്ളപ്പോൾ ജനങ്ങളെ കബളിപ്പിക്കാൻ ഇടത് വലത് മുന്നണികൾ കൈകോർക്കുകയായിരുന്നുവെന്നാണ് വിമർശനം. കമ്മീഷന് ജുഡീഷ്യൽ, അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങളില്ലെന്നും വസ്തുതാ അന്വേഷണത്തിന് വേണ്ടിയാണ് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചതെന്നുമായിരുന്നു സർക്കാർ ഹൈക്കോടതിയെയും അറിയിച്ചിരുന്നത്. ജുഡീഷ്യൽ അധികാരങ്ങൾ ഒന്നുമില്ലാത്ത കമ്മീഷനെ നിയമിച്ച് വഖഫ് അധിനിവേശത്തിന് ഇരകളാകുന്ന ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകി കബളിപ്പിക്കുകയായിരുന്നു സർക്കാർ. നിയമസാധുതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോടതി മുനമ്പം കമ്മീഷൻ റദ്ദാക്കിയതോടെ പുറത്തായത് സർക്കാരിന്റെ ഇരട്ടത്താപ്പും വഞ്ചനയുമാണ്. നിയമസാധുതയില്ലാത്ത കമ്മീഷന് മുന്നിൽ മൊഴി നൽകാൻ ഭൂവുടമകളെ പ്രേരിപ്പിച്ച് കോൺഗ്രസും ഈ നാടകത്തിന് കൊടപിടിച്ചു. മുനമ്പം ജനതയോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ UDF, LDF എംപിമാർ എന്തുകൊണ്ട് വഖഫ് ഭേദഗതി ബില്ലിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന പ്രസക്തമായ ചോദ്യമാണ് BJP ഉയർത്തുന്നത്. മുനമ്പം ജനതയുടെ റവന്യൂ അധികാരങ്ങളും അവകാശങ്ങളും തടയാൻ വഖഫ് ബോർഡിനൊപ്പം അനുകൂല നിലപാടെടുക്കുകയും മുനമ്പം ജനതയെ വഞ്ചിക്കാനുമാണ് ജുഡീഷ്യൽ കമ്മീഷൻ. കമ്മീഷനെ റദ്ദാക്കിയതോടെ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ പരിഹാസരാവുകയാണ്. ഇതിനിടെ സമരം കൂടുതൽ ശക്തമായി തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ജനം, കൊച്ചി. മുനമ്പത്തുള്ളത് വഖഫ് ഭൂമിയല്ലെന്ന കാര്യം സർക്കാർ തുറന്നു പറഞ്ഞ് അവർക്ക് ഭൂമി നൽകാൻ തയ്യാറാകണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ജുഡീഷ്യൽ കമ്മീഷന്റെ അന്വേഷണം പ്രായോഗികമല്ലെന്ന് BJP ആദ്യം തന്നെ പറഞ്ഞിരുന്നു. മുനമ്പം വിഷയത്തിൽ BJP നടത്തുന്ന പ്രചരണം കൂടുതൽ ശക്തമാക്കുമെന്നും K. സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വാർത്തകൾ തുടരുന്നു. മലപ്പുറം ഓമാനൂരിൽ യുവാവിനെ കാണാനില്ലെന്ന് പരാതി. ഇരിപ്പംതൊടി സ്വദേശി 36-കാരനായ ജിമേഷിനെയാണ് 1 മാസം മുമ്പ് കാണാതായത്. 1 മാസം പിന്നിട്ടിട്ടും ഇതുവരെ ഒരു വിവരവുമില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 11-നാണ് ഓമനൂർ ഇരിപ്പംതോട്ടിലെ വീട്ടിൽ നിന്നും 36-കാരനായ ജിമേഷ് ഇറങ്ങിപ്പോയത്. പിന്നീട് ഇതുവരെ ജിമേഷിനെ കുറിച്ച് ഒരു വിവരവുമില്ല. കയ്യിലുണ്ടായിരുന്ന ഫോൺ വിറ്റായിരുന്നു പോയത്. ജിമേഷ് ATM ഇടപാടുകൾ പോലും നടത്തുന്നില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ മാസം 11-ാം തീയതി മുതലാണ് ആളെ വൈകുന്നേരം ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറുണ്ട് ഇറങ്ങിയതിൻ്റെ ശേഷം ആണ് പിന്നെ ആളെ വൈകുന്നേരം ഒരു വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ കുറച്ച് നേരം വൈകുന്നു പറഞ്ഞ് പോയതാണ് ആള്. പിന്നെ കാണാതായപ്പോൾ 12-ാം തീയതി ഞങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് പോയത് വാഴക്കാട് സ്റ്റേഷനിലേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പോയി. സൂചനയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നാട്ടിൽ കുറച്ച് പണിയൊക്കെ കുറച്ച് ഇതുണ്ട് എന്നല്ലാതെ വേറെ സൂചനകളായിട്ട്
ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ബന്ധുക്കളുടെ പരാതിയിൽ വാഴക്കാട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഫർണിച്ചർ നിർമ്മാണ തൊഴിലാളിയായ ജിമേഷ് ലക്ഷങ്ങളുടെ സാമ്പത്തിക ബാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കാണാതെ 1 മാസം പിന്നിട്ടിട്ടും വിവരമൊന്നും കിട്ടാത്തതിൽ ആശങ്കയിലാണ് ജിമേഷിന്റെ കുടുംബം. ജനം, മലപ്പുറം. 10 വർഷം മുമ്പ് ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് കാണാതായ രാകേഷിനെ കൊലപ്പെടുത്തി മൃതദേഹം മറവ് ചെയ്തതാണെന്നാരോപിച്ച് അമ്മ രമ കോടതിയെ സമീപിച്ചു. കേസന്വേഷണത്തിൽ കോടതിയുടെ മേൽനോട്ടമുണ്ടാകണമെന്നും ഇതുവരെയുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ പോലീസ് കോടതിയിൽ ഹാജരാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് രാകേഷിന്റെ അമ്മ കോടതിയെ സമീപിച്ചത്. 2015 നവംബർ 5-നാണ് കുമാരപുരം പഞ്ചായത്ത് 15-ാം വാർഡിൽ പുത്തൻ വീട്ടിൽ രാകേഷിനെ കാണാതാകുന്നത്. 30-കാരനായ രാകേഷ് ആശാരി പണിക്കാരനായിരുന്നു. വീട്ടിൽ അമ്മയോട് സംസാരിച്ചിരുന്ന രാകേഷ് പുറത്തിറങ്ങിപ്പോയി. പിന്നീട് മടങ്ങി വന്നില്ല. അമ്മ രമയുടെ പരാതിയിൽ ഹരിപ്പാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചെങ്കിലും 10 വർഷത്തിനിപ്പുറവും രാകേഷിന് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടെത്താനായിട്ടില്ല. രാകേഷിനെ കാണാതായതിന്റെ പിറ്റേ ദിവസം വീടിന് തൊട്ടടുത്ത റോഡിൽ തളം കെട്ടി നിൽക്കുന്ന രക്തവും മുടിയും കണ്ടെത്തിയതോടെ രാകേഷിന്റേത് കൊലപാതകമാണെന്ന് കുടുംബവും നാട്ടുകാരും ആരോപിച്ചിരുന്നു. എന്നാൽ രാകേഷിന്റെ മൃതദേഹമോ അപായപ്പെടുത്തിയതിന് സാക്ഷികളോ തുടങ്ങി കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവും പോലീസിന് ലഭിച്ചില്ല. ഇതോടെ അന്വേഷണവും വഴിമുട്ടി. വീടിനടുത്ത് നിന്ന് കണ്ടെത്തിയ മുടിയും രക്തവും രാകേഷിന്റേത് തന്നെയെന്ന് DNA പരിശോധനയിലൂടെ വ്യക്തമായിരുന്നു. തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. കായംകുളം ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. അതിനിടെയാണ് മകനെ കൊലപ്പെടുത്തി മൃതദേഹം മറവു ചെയ്തു എന്നാരോപിച്ച് അമ്മ രമ കോടതിയെ സമീപിച്ചത്. ഹരിപ്പാട് സ്വദേശികളായ ചിലരാണ് മകന്റെ കൊലപാതകത്തിനു പിന്നിലെന്നും സമ്മർദ്ദത്തിന്റെ ഫലമായി കുറ്റക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നും ഹരിപ്പാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നു. കേസിന്റെ അന്വേഷണത്തിൽ കോടതിയുടെ മേൽനോട്ടം ഉണ്ടാകണമെന്നും അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേന നൽകിയ ഹർജിയിലുണ്ട്. ജനം, ആലപ്പുഴ. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടിയുടെ ഇറീഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. ഇറീഡിയത്തിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തുകയായിരുന്നു. 3 പീടിക സ്വദേശി ഹരിദാസ്, ഇരിങ്ങാലക്കുട സ്വദേശിനി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പണം തട്ടിയെന്നാണ് പരാതി. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ, വിശദാംശങ്ങൾ. തൃശ്ശൂരിൽ വീണ്ടും ഈ കോടികളുടെ ഇറിഡിയം തട്ടിപ്പ് നടന്നതായുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. തൃശ്ശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് 500 കോടിയോളം രൂപ തട്ടിയതായാണ് പരാതിയുള്ളത്. 3 പീടിക സ്വദേശി ഹരിദാസ്, ഇരിങ്ങാലക്കുട സ്വദേശി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പണം തട്ടി എന്നാണ് പരാതിക്കാർ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്രമന്ത്രി അമിത്ഷായുടെയും പേര് പറഞ്ഞാണ് ഇത്തരത്തിൽ പണം തട്ടിച്ചതെന്നാണ് ഇവരുടെ ഒരു പരാതി. സംഭവത്തിൽ എന്തായാലും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ കൊൽക്കത്തയിലെ മഠത്തിന്റെ 2ാമത്തെ സ്ഥാനപതിയാണ് ഹരിദാസ് എന്ന് വിശ്വസിപ്പിച്ച് വിശ്വാസം മറയാക്കിയായിരുന്നു തട്ടിപ്പെന്നാണ് പുറത്തു വരുന്നത്. വിവിധ ബാങ്കുകളിൽ ഉടമകൾ മരണപ്പെട്ടതിനെ തുടർന്ന് അക്കൗണ്ടിൽ കിടക്കുന്ന പണം മഠത്തിന്റെ ട്രസ്റ്റ് മുഖാന്തരം വിതരണം ചെയ്യുമെന്ന് ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ചെലവിലേക്ക് എന്ന് പറഞ്ഞായിരുന്നു ആദ്യ പണസമാഹരണം. എന്തായാലും ഈ സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ആനന്ദ്, എത്ര പേർ പരാതികളുമായി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്? ഇപ്പോൾ നിലവിൽ ഏതാണ്ട് 10-ത്തോളം ആളുകളാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്തെത്തിയിട്ടുള്ളത്. പക്ഷേ കൂടുതൽ ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലകൾ കേന്ദ്രീകരിച്ച് 500 കോടിയുടെ ഇറീഡിയം തട്ടിപ്പ് നടന്നതായി പരാതി. ഇറീഡിയത്തിന്റെ പേരിൽ നിക്ഷേപ തട്ടിപ്പ് നടത്തുകയായിരുന്നു. 3 പീടിക സ്വദേശി ഹരിദാസ്, ഇരിങ്ങാലക്കുട സ്വദേശിനി ജിഷ എന്നിവരുടെ നേതൃത്വത്തിൽ പണം തട്ടിയെന്നാണ് പരാതി. ആനന്ദ് പുത്തൂരാണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളം ജനറൽ ആശുപത്രി ICUവിൽ ഒരാഴ്ചയോളമായി AC-കൾ പ്രവർത്തനരഹിതമായിട്ട്. MICUവിൽ അടക്കമാണ് AC-കൾ പ്രവർത്തിക്കാതിരിക്കുന്നത്. കടുത്ത വേനൽ ചൂടിൽ രോഗികളും നഴ്സുമാരും വലയുകയാണ്. അതേസമയം പുതിയ എയർ കണ്ടീഷനുകൾ ഉടൻ സ്ഥാപിക്കുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. വേനൽ കടുക്കുമ്പോഴാണ് ജനറൽ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ രോഗികൾ ചൂടിൽ കഴിയേണ്ട സാഹചര്യം. MICUവിലെയും RICUവിലെയും AC-കളാണ് പ്രവർത്തനരഹിതമായത്. AC-കൾ പ്രവർത്തനരഹിതമായിട്ട് ഒരാഴ്ച പിന്നിടുന്നു. കൃത്യമായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് AC-കൾ തകരാറിലാകാൻ കാരണമെന്നാണ് ആക്ഷേപം. RICUവിൽ 4 AC-കൾ മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. കടുത്ത ചൂടും തുടർച്ചയായുള്ള പ്രവർത്തനവുമാണ് AC-കൾ തകരാറിലാകാൻ കാരണമെന്ന് ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. AC-കളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് സൂപ്രണ്ടിന്റെ വിശദീകരണം.
പ്രവർത്തനരഹിതമായവയ്ക്ക് പകരം പുതിയവ വാങ്ങാൻ നിർദ്ദേശം നൽകിയെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. അതിനകത്ത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് അത് രണ്ടെണ്ണത്തിന്റെ കംപ്രസർ മാറ്റണം എന്ന് പറഞ്ഞു. കംപ്രസർ മാറ്റണം ചെയ്ത ഏജൻസിക്കാർ അവര് വർക്ക് ഇല്ലാത്തതുകൊണ്ട് അവരിന്ന് മാറ്റിയത്. ഏജൻസി ഏൽപ്പിച്ചു. പിന്നെ നമ്മുടെ പുതിയ ഏസി വാങ്ങിക്കാനുള്ള ഓർഡർ കൊടുത്തു. 1-2 ദിവസത്തിനകത്ത് ICUവിൽ കഴിയുന്ന രോഗികളും നഴ്സുമാരും ചൂടിൽ വലയുകയാണ്. വിയർപ്പും ചൂടും മൂലം ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. രോഗികൾക്ക് നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും പരാതി ഉയരുന്നുണ്ട്. കിരൺകുമാർ, ജനം, കൊച്ചി. ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. OP ഉൾപ്പെടെ ബഹിഷ്കരിച്ചാണ് പ്രതിഷേധം. PG ഡോക്ടർമാരുടെ സമരം ആശുപത്രിയുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. ഫെബ്രുവരി മാസത്തെ സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ആശുപത്രിയിലെ 300ഓളം വരുന്ന PG ഡോക്ടർമാരാണ് സമരത്തിനിറങ്ങിയത്. രാവിലെ 8-ന് തുടങ്ങിയ സമരത്തിൽ നിന്ന് തീവ്രപരിചരണ വിഭാഗം, അത്യാഹിത വിഭാഗം, ലേബർ റൂം, ഫോറൻസിക് വിഭാഗം എന്നിവയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് സ്റ്റൈപ്പൻഡ് ഇനി കിട്ടില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്ക് ഫർദർ മെഷേഴ്സ് ആയിട്ട് ഇനി അത്യാഹിത വിഭാഗം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ബഹിഷ്കരിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അങ്ങനെ പോകരുതെന്നാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷെ അധികാരത്തിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്തായാലും ആ രീതിയിലേക്ക് നമ്മൾ പോകേണ്ടി വരും. സ്റ്റൈപ്പൻഡ് ലഭിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ അത്യാഹിത വിഭാഗം അടക്കം ബഹിഷ്കരിച്ച് സമരത്തിലേക്ക് കടക്കുമെന്നാണ് PG ഡോക്ടർമാർ പറയുന്നത്. മറ്റ് പല മെഡിക്കൽ കോളേജുകളിലും കൃത്യമായിട്ട് സമയത്തിനുള്ളിൽ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കഴിഞ്ഞ വർഷവും സ്റ്റൈപ്പൻഡ് ലഭിക്കാൻ ഈ ഒരു വിഷയം കാരണം വൈകിയിരുന്നു. അപ്പോൾ ഒരു തവണ ഇത് ഓൾറെഡി സംഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് അടുത്ത വർഷം ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് ആകുമ്പോൾ അതിനനുസരിച്ച് ഇവിടുന്ന് അത് ഒരു പ്രിക്കോഷൻ എടുത്ത് ആ രീതിയിൽ മുന്നേ തന്നെ അറ്റൻഡൻസുകളും മറ്റു കാര്യങ്ങളും നേരത്തെ തന്നെ മുൻകൂട്ടി ഫയലുകൾ നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടതുണ്ട്. അതിവിടെ നടന്നിട്ടില്ല. അതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. PG ഡോക്ടർമാർ സമരത്തിലേക്ക് കടന്നതോടെ ആശുപത്രിയുടെ പ്രവർത്തനത്തെ അത് സാരമായി ബാധിച്ചിട്ടുണ്ട്. അതേസമയം സ്റ്റൈപ്പൻഡുമായി ബന്ധപ്പെട്ട രേഖകൾ നേരത്തെ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അയച്ചിട്ടുണ്ടെന്നാണ് പ്രിൻസിപ്പൽ നൽകുന്ന വിശദീകരണം. ജനം, കോഴിക്കോട്. മുൻമന്ത്രി KK ശൈലജയുടെ മകന് ചട്ടങ്ങൾ മറികടന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ നിയമനം നൽകിയെന്ന വാർത്ത പ്രചരിപ്പിച്ചുവെന്ന് കാട്ടി കുത്തിയതോട് സ്വദേശിക്കെതിരെ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കി. കുത്തിയതോട് സ്വദേശി രാജീവ് കരുണാകരനെതിരെ എടുത്ത കേസാണ് റദ്ദാക്കിയത്. 2019 ജനം TV നൽകിയ വാർത്ത രാജീവ് സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ചിരുന്നു. തുടർന്നാണ് കുത്തിയതോട് പോലീസ് രാജീവിനെതിരെ പ്രതികാര നടപടിയുടെ ഭാഗമായി കേസെടുത്തത്. കേസ് നിലനിൽക്കില്ലെന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയുള്ള തുടർ നടപടികൾ റദ്ദാക്കുകയായിരുന്നു. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിൻ്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. താമരശ്ശേരി 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. കേസ് ഇന്നലെ പരിഗണിച്ചെങ്കിലും വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. അതേസമയം 4ാം പ്രതി അബ്ദുൽ നാസറിൻ്റെ റിമാൻഡ് ഏപ്രിൽ 1 വരെ നീട്ടി. ഓൺലൈൻ വഴിയാണ് നാസറിനെ കോടതി മുമ്പാകെ ഹാജരാക്കിയത്. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്തേ.